മതത്തെ എതിർക്കാൻ ഞാൻ അത് പൊടറാണ്. അവിടെ 3 ഹെക്ടർ സ്ഥലം അള്ളാപ്പാറയ്ക്ക് പതിച്ചു കൊടുത്തത് ഞാൻ അറിയാം. മുസ്ലിം മെജോറിറ്റി ഏരിയ ആണോ? മുസ്ലിമിനെ മാത്രം പോകുന്ന ഒരു ഏരിയ. ഒരു പള്ളി അള്ളാപ്പാറ തങ്ങൾ പറയുന്നത് പറയും. തങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് വിശ്വാസം. സൗകര്യൻ്റെ മനസ്സിലാക്കിയാൽ മതി. സൗകര്യമില്ല വേണ്ടത്. മുസ്ലിം ആയിപ്പോയിട്ട് മുസ്ലിം വർഗീയവാദി എന്ന് പറഞ്ഞതിന് അർത്ഥമിരിക്കുന്നു. പാണക്കാട് തങ്ങൾ വർഗീയവാദിയാണെന്ന് ദൈവം ചുറ്റിക്കാലേ. 6 മാസമുള്ള ഇലക്ഷൻ. പറയേ എനിക്കൊന്ന് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം. ഞാൻ മനസ്സാറേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയിൽ നമ്മളെങ്ങനെ കളയും? ചോറെ നോക്കിയാൽ കളയാമല്ലോ, കളയാം. അന്നത്തെ സാഹചര്യമുണ്ട്. വെടിവെപ്പ് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി വെടി വിട്ടതാണ്. അത് വെടിവെപ്പായി 2 പേര് മരിക്കേണ്ടി വന്നു. ആ കലാപം അവസാനിപ്പിച്ചതിന് മധ്യസ്ഥ വെച്ചാരെ ലോകത്ത് സാമാന്യ മോളുള്ളവർക്ക് അറിയാൻ വരികയായിരുന്നു രാഹുൽ ഗാന്ധി. അത് വിശ്വസിച്ച മാനസാന മുഖ്യമന്ത്രി തട്ടിക്കളഞ്ഞു. പോട്ടെ. കേരള രാഷ്ട്രീയത്തെപ്പറ്റി, ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി, സംഭവ വികാസങ്ങളെപ്പറ്റി ശ്രീ PC ജോർജുമായുള്ള നമ്മുടെ സംഭാഷണം തുടരുകയാണ്. BJP ഏറ്റവും അധികം ആൾക്കാർ എതിർക്കുന്നതിൻ്റെ കാരണം അതിന് വർഗീയ നിലപാടുകളാണ്. ഞാൻ പറയുന്നത് ചോദിക്കട്ടെ, അങ്ങനെയാണ് മുസ്ലിം ലീഗ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? മുസ്ലിം ലീഗ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാറി ഭരിക്കണല്ലോ. എന്നാൽ മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം അല്ലാതെ വല്ലവരും ഉണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വർഗീയ പാർട്ടി എന്ന് പറയാത്തത് എന്താ? പറയാത്തത് എന്താ? നിങ്ങൾ പറയാം. നമ്മളല്ല പറയേണ്ടത്. രാഷ്ട്രീയത്തിന്റെ മുഖ്യ അതായത് മുസ്ലിം ലീഗിനെ പറ്റി വർഗീയ പാർട്ടി എന്ന് പറയാത്തത് പാണക്കാട് തങ്ങൾ കുടുംബം വർഗീയമായി ചിന്തിക്കുന്നവരല്ല. പക്ഷേ ആ പാർട്ടിയിൽ മലപ്പുറം കേന്ദ്രീകരിച്ചാണ്. അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ്. അവർ മുസ്ലിം പാർട്ടിയായിട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അവരല്ലാതെ മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല, ഈ കുഞ്ഞാലിക്കുട്ടി എത്ര മാന്യന്, PKK ബാവ, അവരെല്ലാവരും, നമ്മുടെ മജീദ്, അവരെല്ലാവരും നല്ല മാന്യന്മാരാണ്. അവരൊന്നും വർഗീയവാദികളല്ല, വർഗീയതയില്ല അവർക്കാർക്കും. പിന്നെ മുസ്ലിം ആയിപ്പോയിട്ട് മുസ്ലിം വർഗീയവാദി എന്ന് പറഞ്ഞതിന് അർത്ഥമിരിക്കുന്നു. പാണക്കാട് തങ്ങൾ വർഗീയവാദിയാണെന്ന് ദൈവം ചുറ്റിക്കാലേ. അത് പറയാൻ പറ്റില്ല. അള്ളാഹു ചുറ്റിക്കും. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ തീവ്രവാദ നിലപാടുകളുള്ളവരോട് മാത്രമേ ഉള്ളൂ BJP വിരോധം, അത്രേ ഉള്ളൂ. അല്ലാതെ മതത്തിനെ അല്ല. മതത്തെ എതിർക്കാൻ ഞാൻ അത് പൊടറാണ്. പക്ഷേ പൊതുധാരണ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ധാരണ ഉണ്ടാക്കുന്നതിന് എനിക്ക് വിരോധമില്ലെന്ന് അവൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ധരിച്ചുകൊണ്ട് നടക്കട്ടെ. ഞാൻ അവൻ്റെ ഒന്നും പുറകെ വളർക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇപ്പം എന്നെപ്പറ്റി സുൽത്താനൊരു തോന്നലുണ്ട്, പിന്നെ ഞാൻ സുൽത്താനെ അടിച്ച് മാറ്റാൻ പറ്റില്ല. അത് നടക്കില്ല. സുൽത്താൻ ഇഷ്ടം പോലെ ചിന്തിച്ചു, എനിക്ക് വിരോധമില്ലെന്ന്. പക്ഷെ അവർ പറയുന്നത് സാധിക്കുക നല്ലത്, നമ്മൾ വഴക്കുന്നില്ല. ചില വാക്കുകളൊക്കെ പറഞ്ഞു, തീവ്രവാദി മുതലായ വാക്കുകൾ, അതൊക്കെയാണ് അവർ ചലക്കുന്നത്. ഇപ്പം തീവ്രവാദി പറയാതിരിക്കാൻ പറ്റുമോ? പാക് തീവ്രവാദികൾ എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറയേണ്ടത്. അവരൊക്കെ ഇവിടെ കയറി പകൽഗാമിന് ഉണ്ടായ എന്താ? അതെ, എന്ത് ഭൂകൃതം കാണിച്ചേ? അതൊക്കെ തെറ്റാന്ന് പറയണ്ടേ? ഭീകരവാദി എന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഈരായിട്ടുണ്ട്, അവൻ തീവ്രവാദി എന്ന് പറയണ്ടേ? അവിടെ തീവ്രവാദി എന്ന് പറയുന്നത് ഇവനൊക്കെ ചാടുന്നതിന് എൻ്റെ ശ്രദ്ധിക്കുക. ഇവിടെ അള്ളാപ്പാറയുണ്ട്, ഇവിടെ നമ്മുടെ വാഗമണ്ണറ. അവിടെ 3 ഹെക്ടർ സ്ഥലം അള്ളാപ്പാറയ്ക്ക് പതിച്ചു കൊടുത്തത് ഞാൻ അറിയാം. മുസ്ലിം മെജോറിറ്റി ഏരിയ ആണോ? മുസ്ലിമിനെ മാത്രം പോകുന്ന ഒരു ഏരിയ. ഒരു പള്ളി അള്ളാപ്പാറ തങ്ങൾ പറയുന്നത് പറയും. തങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് വിശ്വാസം. ആ തങ്ങൾ ഒരു 100 അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ മതവിശ്വാസം ഈരാറ്റുപേട്ട പുത്തമ്പള്ളി അവിടെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ തങ്ങൾ പറയുന്ന പേര് അവിടെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പൂഞ്ഞാറിൻ്റെ ഭാഗമാണ്. ഞാൻ കുട്ടിക്ക് വില്ലേജാണ്. ചെന്ന് നോക്കിയപ്പോൾ ഇതുപോലെ വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു 3 ഹെക്ടർ നിങ്ങൾക്ക് എന്തേരം വേണമെന്ന് വെച്ചു. അപ്പം എന്തേർ മകല കമ്മിറ്റിക്കാരെ വിളിച്ചു. പേട്ടയിൽ നിന്ന് കയറാൻ ഗുണാപ്പന്മാർ വന്നു. ഞാൻ കൊടുത്തില്ല. അവന്മാർ ചില്ലറ മേടിക്കാനായിരുന്നു, അതുകൊണ്ട് കൊടുക്കാൻ. ഇനി നോക്കിയപ്പം അവരൊരു 2 ഹെക്ടർ തരാമോ എന്ന് എന്നോട് ചോദിച്ചേ. ഞാൻ 2 ആക്കണ്ട 3 ആക്കട്ടെ. 3 ഹെക്ടർ പതിച്ചു. അവിടെ ഇരിപ്പുണ്ടത്. അവർ ടാക്സി കൊണ്ടുവന്നു. ആരും ആൾ കയറുകയില്ല. ഇപ്പോൾ അവരുടെ അതില്ല. വലിയ ഭയങ്കര നേർച്ചയാണ് അവിടെ, അറിയാമോ? അപ്പോൾ ഈ നിലവിൽ ഇങ്ങനെയുള്ള PCക്കെതിരെ ഈ നിലവിലുള്ള പ്രചരണത്തിൻ്റെ സത്യാവസ്ഥ ഈ പൊതു മുസ്ലിം സമൂഹം മനസ്സിലാക്കണം എന്ന് BJP ആഗ്രഹമില്ല. അല്ല അത്തരത്തിൽ മൂവ്മെൻ്റ് സൗകര്യൻ്റെ മനസ്സിലാക്കിയാൽ മതി. സൗകര്യമില്ല വേണ്ടത്. ഞാൻ തർക്കത്തിനില്ലല്ലോ. ഞാൻ ഇവിടെ മുസ്ലിം സമുദായത്തെ ആക്രമിക്കാൻ പോയെന്ന് ഒരിടത്തും പറയല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഭീമാപള്ളിയുടെ ഭാഗത്തുള്ളത് ഭീമാപള്ളി, ഞാൻ പണ്ട് MLA ആയിരുന്ന കാലത്ത് ഭീമാപള്ളിയിൽ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടായി. മത്സരത്തിലാണ് വെടിവെപ്പുണ്ടായ സംഗതിയാണ്. വെടിവെപ്പ് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി വെടി വിട്ടതാണ്. അത് വെടിവെപ്പായി 2 പേര് മരിക്കേണ്ടി വന്നു. ആ കലാപം അവസാനിപ്പിച്ചതിന് മധ്യസ്ഥ വെച്ചാരെ
ഞാൻ കൊച്ചുകൂടെ ചെറുപ്പക്കാരനല്ലേ, ഞാനല്ലേ അവിടെ ചെന്നത്. പിന്നെ അത് സംസാരിക്കാത്തത് പൊതുസമൂഹം, പൊതുസമൂഹം ചർച്ചയ്ക്ക് വെക്കാത്തത് എന്താണെന്ന് ഇങ്ങനെ എനിക്കറിയത്തില്ല. ഓരോരുത്തർക്ക് തോന്നുന്നു പറയും, ഞാനിത് പറയണ ഒരു വാക്കിന്റെ പേരിൽ VC കുറ്റപ്പെടുത്തുമ്പോൾ ഇതുപോലൊരു വളരെ സ്ട്രോങ് ആയി ഇടപെടൽ നടത്തിയതും ചർച്ചയ്ക്ക് വെക്കേണ്ടതാണ്. അതൊക്കെ അവരൊക്കെ മനസാക്ഷിയുടെ മോശം, അല്ലാതെ എന്താ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം. ഈയിടെ ഒരു പത്രത്തിൽ 8-ാം പേജിൽ വലിയ വിശദമായ 25 കൊല്ലം പൂർത്തീകരിച്ച MLA-മാരും അവരുടെ മക്കളും പറഞ്ഞ ഒരു വാർത്തയാണ്. ഞാൻ നോക്കി എല്ലാവരുടെയും 25 കൊല്ലം തികയാത്തവൻ്റെ വരെ പേരുണ്ട്. 33 കൊല്ലം MLA ആയിരുന്ന എൻ്റെ പേരുമില്ല, എൻ്റെ മകൻ്റെ പേരുമില്ല. എൻ്റെ മകൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, ജില്ലാ പഞ്ചായത്തിലേക്ക് 2000 വോട്ട് ഒറ്റയിൽ നിന്ന് ജയിച്ചവനാണ്, ഇത്രയും വലിയവനാണ് അവനും. ഞാനിങ്ങനെ 7 പ്രാവശ്യം MLA ആണ്, എൻ്റെ പേരുമില്ല, എൻ്റെ മകൻ്റെ പേരുമില്ല. അപ്പോൾ മനോരമയ്ക്ക് അടി കൊടുക്കാൻ പറ്റും? മനോരമയ്ക്ക് മനോരമ സൗകര്യം പോലെ ചെയ്യും. ഞാനതിനോട് കരയാൻ നടക്കുന്നില്ല. മനോരമയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടല്ലോ. ആര് രാഷ്ട്രീയം മനോരമ അത് ചെയ്യാവൂ? പത്രധർമ്മമാണ്. മനോരമ പ്രചരിപ്പിക്കുന്നത് അവരുടെ രാഷ്ട്രീയമായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എഴുതണം. ഇതങ്ങനെയാണ് 25 കൊല്ലം പൂർത്തീകരിച്ച MLA-മാരും അവരുടെ മക്കളും. അപ്പോൾ ആദ്യം പേരെഴുതേണ്ട ഒരുത്തനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ 52 കൊല്ലം KM മാണി, 50 കൊല്ലം ഉമ്മൻചാണ്ടി, പിന്നെ തിരുവഞ്ചരാഷ്ട്രൻ 8 പ്രാവശ്യം മറ്റായിട്ടുണ്ട്, പിന്നെ KC ജോസഫ് ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ബാക്കി 7 കൊല്ലം 7 പ്രാവശ്യം MLA ഞാനേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ ഇപ്പം തിരുവഞ്ചൂരും BC മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നത്. KC ജോസഫ് ഉണ്ട്, മനസ്സിലായില്ലേ? എൻ്റെ പേര് എഴുതിയിട്ടില്ല മനോരമ വിളിച്ച് ഒരാൾ ചോദിക്കുകയും ചെയ്തു, എന്നിട്ട് അതിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല മനോരമയിൽ നിന്ന്. അതല്ലേ പത്രം, പിന്നെ എന്നെ ആരോട് പറയാൻ? ഇത് പറയുമ്പോഴാണ് ഈ KM മാണിയും ഉമ്മൻചാണ്ടി വളരെ അടുപ്പമുള്ള 2 വ്യക്തികളായിരുന്നു അല്ലേ? രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം മുതൽ പൊതുജനത്തിന് വികാരം വിശ്വാസം. പക്ഷെ അവസാനം ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താ വിവാദം? അത് ഇത് പോകുന്നതിന് മുമ്പാണ്. അതായത് നമ്മൾ VC NDA-യിലേക്ക് പോകുന്നതിന് മുൻപ് ഇവരെ VC തള്ളിപ്പറഞ്ഞു എന്ന തരത്തിൽ. അപ്പം മാണിയെ തള്ളിപ്പറഞ്ഞു എന്നും ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞു എന്നും പിന്നെ മറ്റേ ആരോപണങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ. ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, അതിന് സംശയം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, KM മാണി എന്നെ വിളിച്ചു, എൻ്റെ എല്ലാം ചരിത്രം പറഞ്ഞില്ല. മാണി സാറിനോട് ചോദിച്ചു, 6 മാസമുള്ള ഇലക്ഷൻ, പറയേ എനിക്കൊന്ന് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം. ഞാൻ മാണി സാറേ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയിൽ നമ്മൾ എങ്ങനെ കളയും? ചോറെ നോക്കിയാൽ കളയാമല്ലോ, കളയാം, അന്നത്തെ സാഹചര്യമുണ്ട്, നമുക്ക് നോക്കിയാൽ. ഞാൻ മാണി സാറിൻ്റെ കാലെ പിടിച്ചു തുടങ്ങി, വേണ്ട സാറേന്ന്. മാണി സാർ സമ്മതിക്കാൻ ഒരു ആഗ്രഹം, മുഖ്യമന്ത്രി ആയി പറ്റും. ഞാൻ ഇറങ്ങി. നാളെ രാവിലെ 9 ഈ കമ്മിറ്റി, LDF-ൻ്റെയും മാണി സാറും ജോസഫ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി വരെ ഫിക്സ് ചെയ്യുക. രാത്രി മാറ്റിവെച്ചത് കാരണം ഒന്നും ഞാൻ അതിൻ്റെ വിശ്രാമത്തിൽ കിടക്കുന്നില്ല. മകനും മകളും സമ്മതിക്കാതിരുന്നുകൊണ്ടാണ് വേണ്ടെന്ന്. ജോസ് കെ മാണി എന്നിട്ട് അവരിപ്പോൾ നേരെ മാർച്ച് ചെയ്തല്ലോ. എന്നാ മാർച്ച്? അവരിപ്പം മാണി സാറിൻ്റെ പേര് പറഞ്ഞു വന്ന അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോട്ടെ, ആ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പം ആരെയും മോശമൊക്കെ എനിക്ക് ഉദ്ദേശത്തിന് പറയുന്നില്ല. അല്ല, മോശമാക്കുന്നില്ല, രാഷ്ട്രീയത്തിനോടൊപ്പം നടന്നാണ്. പക്ഷേ KM മാണിയായി അവസാനം അദ്ദേഹം മരിക്കുന്നതിന് 1 വർഷം മുമ്പ് ഞാനിവിടേക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന്, അങ്ങനെ മകളാണ് അങ്ങനെ കൊണ്ടുപോയി ഇവിടെ നിന്ന് പോയിട്ട് 1 വർഷം പുള്ളി മരിച്ചു കഴിഞ്ഞ് ഡെഡ് ബോഡിയാണ് പാലാ വീട്ടിൽ കൊണ്ടുവന്നത്. ഈ ദുഃഖം തോന്നിട്ട് 52 കൊല്ലം MLA ആയിരുന്ന ഒരാളുടെ വീട്ടിലെ ഗതി ഇതാണല്ലോ എന്ന് ഞാൻ ദുഃഖിച്ചിട്ടുണ്ട്. സത്യം, വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, മക്കൾക്കൊക്കെ ഈ പ്രായമായി കഴിയുമ്പോൾ കാരണന്മാരെ ബഹുമാനം തോന്നുകയില്ലായിരിക്കും, ആർക്കറിയാം, സങ്കടം തോന്നുന്നു. അപ്പോൾ LDF പോകാൻ മനസ്സുകൊണ്ട് സന്നദ്ധനായിരുന്നു. ആരെ? KM മാണി. LDF-ലെല്ലെന്ന്, അതാ LDF മുഖ്യമന്ത്രിയാൻ പുള്ളി തയ്യാറായിരുന്നു. LDF സമ്മതിച്ചാൽ അവർ സമ്മതിച്ചു. പിണറായി വിജയൻ സമ്മതിച്ചു. സമ്മതിക്കാതിരുന്ന മകനും മകൻ്റെ ഭാര്യയാണ് ഈ ജോസ് കെ മാണി ഭാര്യ. അതിന് കാരണം രാഹുൽ ഗാന്ധി ഇവരോട് അടുത്ത 6 മാസം കഴിയുമ്പോൾ 6 ഇലക്ഷൻ കഴിയുമ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും ഈ ജോസ് കെ മാണിയെ ഇരുമ്പുരുക്ക് മന്ത്രിയാക്കിയേക്കാമെന്നും വാക്ക് പറഞ്ഞത്. ലോകത്ത് സാമാന്യ മോളുള്ളവർക്ക് അറിയാൻ വരികയായിരുന്നു രാഹുൽ ഗാന്ധി. അത് വിശ്വസിച്ചാൽ മാണിസാറിന് മുഖ്യമന്ത്രി തട്ടിക്കളഞ്ഞു. പോട്ടെ. PC ജോർജിനോടൊപ്പമുള്ള രാഷ്ട്രീയ വർത്തമാനം തുടരും അടുത്ത ഭാഗത്തിൽ. താങ്ക് യു.